യെസ്, നന്ദി നിർമ്മൽ അബ്രഹാം പ്രതികരിച്ചതിന്. BK സുഹേൽ തുടരുന്നുണ്ട്. സുഹേൽ, വരും മണിക്കൂറിൽ ഈ അനിശ്ചിതത്വം നീങ്ങുമെന്നതിനെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും 33 പേരുടെ പേരുകൾ ഇല്ല എങ്കിൽ പോലും ഇന്ന് പുറത്തുവിടാൻ പോകുന്ന 3 സ്ത്രീ ബന്ദികളുടെ പേരുകളെങ്കിലും ഹമാസിന് കൈമാറാൻ സാധിക്കും എന്ന് തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 33 പേരുടെ പേരുകൾ എടുക്കുക, അത് കൈമാറുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. കാരണം ഗസയിലുടനീളമുള്ള ഹമാസ് നേതൃത്വത്തിൻ്റെയും ഹമാസ് പോരാളികളുടെയും സഞ്ചാരത്തെ ഇസ്രായേൽ ശക്തമായി നിരീക്ഷിക്കുകയും അതിന് ഉടക്കിടുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് 33 ബന്ദികൾ അവരെ എവിടെയാണുള്ളത് എന്നും ആരെയൊക്കെ കൈമാറാൻ സാധിക്കുമെന്നൊക്കെയുള്ള വിവരങ്ങൾ നൽകേണ്ടത്. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇന്ന് ഈ വെടിനിർത്തലിന് നെതന്യാഹു തയ്യാറായില്ല എങ്കിൽ ഈ ബന്ദികളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് എന്നതാണ് സത്യം. കാരണം ഇത്രയും ദിവസമായിട്ടും 15 മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമടക്കം ശക്തമായ പിന്തുണ നൽകിയിട്ട് പോലും സഹായം ഇപ്പോൾ ഡോക്ടർ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ PJ വിൻസെന്റ്, 33 ബന്ദികളുടെ പേര് വിവരങ്ങൾ കൈമാറാതെ വെടിനിർത്തൽ കരാർ നടപ്പാകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു ഉള്ളത്. ഇതിപ്പോൾ വലിയൊരു അനിശ്ചിതത്വം ഉണ്ടാക്കുകയല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും ഇത് അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന കാര്യമാണ്. 8:30 വെടിനിർത്തൽ നിലവിൽ വരേണ്ടതാണ്. പക്ഷെ അതിൽ ഈ ബന്ദികളുടെ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് തൽക്കാലം ആ ബന്ദികളുടെ വിശദാംശങ്ങൾ കിട്ടുകയും അവര് ജീവനോടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന നിലപാടിലേക്കാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പോയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം, വെടിനിർത്തൽ കരാറിൽ ഒരു പാർട്ടിയാണ് ഹമാസ്. അവരുടെ നിയന്ത്രണത്തിലാണ്, അവരുടെ കസ്റ്റഡിയിലാണ് ബന്ദികളുള്ളത്. അപ്പോൾ അവര് ഈ ബന്ദികളെ സംബന്ധിച്ച് കൊടുക്കുന്ന വിവരങ്ങൾ പ്രാഥമികമായി മുഖവിലക്കെടുത്തുകൊണ്ട് മാത്രമേ ഒരു ഉഭയകക്ഷി കരാർ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. ഈ വെടിനിർത്തൽ കരാർ യഥാർത്ഥത്തിൽ 2 പാർട്ടികൾ, ബെലിജറൻസ് എന്ന് പറയുന്നത് ഹമാസും ഇപ്പറേ ഇസ്രായേലുമാണ്. അത് ആ സമാധാനം ബ്രോക്കർ ചെയ്യുന്ന, അതിൽ മധ്യസ്ഥം വഹിക്കുന്ന രാജ്യങ്ങളാണ് ഖത്തറും അതുപോലെ ഈജിപ്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും. അപ്പോൾ ഒരു കരാറ് രൂപപ്പെടുത്തുമ്പോൾ ഈ പരസ്പര വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ബന്ദികളെ സംബന്ധിച്ച്, ബന്ദികൾ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള, ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള ബന്ദികളെ കൈമാറും എന്ന് ഹമാസ് ഈ കരാർ മുഖേന ഉറപ്പുവരുത്തിയ കാര്യമാണ്. അപ്പോൾ അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതേസമയം അത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര മര്യാദകൾ അനുസരിച്ച് കരാറിൽ ഏർപ്പെടുന്ന 2 വ്യക്തികൾ പരസ്പര സമ്മതത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പരസ്പരം വിശ്വാസത്തിലെടുക്കുക എന്ന പ്രാഥമിക തത്വം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരുപക്ഷെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എതിർപ്പ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധത്തിൽ 464 ദിവസമായി തുടരുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഇസ്രായേൽ മാത്രമാണ്. ലോകത്തിൽ മറ്റാരും അത് പറയുന്നില്ല. അവരുടെ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നു ഈ യുദ്ധം വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നത് ഇസ്രായേലിന്റെ പരാജയമാണ്. അവിടുത്തെ മറ്റ് പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള ഇപ്പോൾ യുണൈറ്റഡ് തോറ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് യാതൊരുവിധ യുദ്ധലക്ഷ്യങ്ങളും നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് വെടിനിർത്തൽ പരാജയമാണ്. ഇങ്ങനെയൊക്കെ ആഭ്യന്തര രംഗത്തുള്ള തീവ്ര സയനിസ്റ്റുകൾ ഇസ്രായേലെ പരാജയപ്പെട്ടു, വെടിനിർത്തൽ പാടില്ല എന്ന നിലയ്ക്ക് ഈ കരാറിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നാളെ ട്രംപ് അധികാരത്തിലേറാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ഇങ്ങനെയൊരു പിന്നോട്ട് പോക്ക് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് നെതന്യാഹുവിന് തന്നെയല്ലേ തിരിച്ചടിയാവുകയുള്ളൂ? അല്ല, ഇത് കരാർ നടപ്പിലാക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ്. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ്. അത് ആഭ്യന്തര തലത്തിൽ തീവ്ര സൈനിസ്റ്റുകളുടെയും യാഥാസ്ഥിക കക്ഷികളുടെയും പിൻബലത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് തന്നെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഈ കരാറിനെ എതിർക്കുന്ന ഇസ്രായേലി തീവ്ര സൈനിസ്റ്റ് കക്ഷികളെ ഒന്ന് അപ്പീസ് ചെയ്യാനുള്ള ഒരു തന്ത്രം എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല.
കാരണം ഇത് ലോകമെമ്പാടും പ്രഖ്യാപിക്കപ്പെട്ട ഒരു വെടിനിർത്തൽ കരാറാണ്. അമേരിക്കയുടെ നിലവിലുള്ള പ്രസിഡന്റും നാളെ ഓവൽ ഓഫീസിലേക്ക് പോകേണ്ടുന്ന ട്രംപും ലോകരാജ്യങ്ങളും അംഗീകരിച്ചതാണ്. അപ്പൊ അതിനകത്തുനിന്ന് അദ്ദേഹം പിന്മാറുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിനു മുമ്പായി സാധിക്കുന്ന അത്രയും തടസ്സങ്ങൾ ഇതിനുണ്ടാക്കുക, പരമാവധി സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്ന ഒരു ടാക്ടിക്സ് മാത്രമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.